ഗണപതിക്കൊപ്പം പോയിരുന്ന് ഭക്ഷണം കഴിച്ച ഒരു കുട്ടിയുണ്ട്, ഗണപതിക്കൊപ്പം ക്രിക്കറ്റ് കളിച്ചു എന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് കൊളാക്കുന്നത് നമ്മളാണ്, നല്ലപോലെ കൊണ്ടുപോകുന്നത്. ദൈവത്തിന് റോൾ ഇല്ല. അപ്പൊ ദൈവമുണ്ടോ? ദൈവമുണ്ട്. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ. ക്രിസ്ത്യാനിറ്റിയില് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇപ്പം ഇസ്ലാമിലാണെങ്കിൽ അൽ മുക്താദിർ, അൽ വദൂദ്, അൽ ഖാലിഖ്. അപ്പം ഇസ്ലാമിന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒക്കെ ഇൻഡ്യൂഷൻ അവിടെയാണ് കിടക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആ ബോഡി ആയിട്ട് എപ്പോഴാണ് കണക്ട് ആവുന്നത്, ആ കണക്ട് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് മെസ്സേജുകൾ കിട്ടും. പക്ഷെ അതിന് വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മുടെ മൈൻഡ് ടോക്ക് കഴിയുന്നത് കുറയണം. കാരണം മൈൻഡ് 24 മണിക്കൂർ സംസാരിച്ചുകൊണ്ടിരിക്കുക. കല നമ്മളിപ്പോൾ എന്ത് ചെയ്യാണ്, ചോറുന്നാണ് സമയത്ത് വേറെ എന്തെങ്കിലും കാര്യമായിരിക്കും, ബൈക്ക് ഓടിക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലും കാര്യം, അങ്ങനെ ഫുൾ ടൈം മൈൻഡ് എൻഗേജ്ഡ് ആണ്. അപ്പം മൈൻഡിന്റെ ഇതില്ലാത്തൊരു ഫേസ് ആണ്. അത് നമുക്ക് അവയർനെസ് വേണം പറയാം. അത് വേണം ഇപ്പൊ തന്നെ ഒന്ന് കാണിക്കാം. മാഡത്തിന് നടക്കുമെന്ന് എനിക്കറിയാം, പരീക്ഷിക്കാം. കാരണം എനിക്ക് വേണ്ടത്, കാരണം ഞാൻ അവിടുത്തെ പ്രാണിക്കീലറോ പ്രാണിക്കീലിനെ ട്രസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്നെ അറിയും കൂടി ഉണ്ടാവും. കാരണം പലർക്കും അങ്ങനത്തൊരു മുതിര് വരൂല. ഇതല്ല ഞാൻ നേരത്തെ പറഞ്ഞു. മെന്റൽ വേൾഡിൽ എത്തുന്ന സമയത്ത്, കാരണം മെന്റൽ ബോഡി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മെന്റൽ വേൾഡിൽ എത്തുക. അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വിധം ഹെവൻ, സ്വർഗം. അതിലെ മെന്റൽ ബോഡി അപ്പർ ലെവലിലാണ് നമ്മൾ ഉന്നതാത്മാവ് ഇരിക്കുന്നത്. എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെത്തി. ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോ ഈ ഉന്നതാത്മാവ് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ അത് ചെയ്തു തീർക്കുമ്പോഴാണോ നമ്മൾ മരിക്കുന്നത്? ചെയ്തു തീർക്കുമ്പോഴല്ല. അപ്പൊ ഈ മരണം ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? എങ്ങനെ? നമ്മള് ലോകത്തിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ഭൂമിയിലേക്ക് വരുന്നത് കുറച്ച് കർമ്മങ്ങൾ വേണം, അല്ലെങ്കിൽ നമുക്ക് ചില നിയോഗങ്ങൾ ഉണ്ടാവും, ചില ദൗത്യങ്ങൾ ഉണ്ടാവും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോ നമ്മൾ മരിക്കുന്നത് അത് പൂർത്തിയാക്കിയിട്ടാണോ അതോ പൂർത്തിയാക്കുന്നതിന് മുൻപേ മരിച്ചു പോകും? അത് രണ്ട് ടൈപ്പ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാം എഴുതി വെച്ച പോലില്ല. ഫ്രീ വിൽ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഭയങ്കര ഉണ്ട്. കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വില്ലനുസരിച്ചിട്ടാണ്. അപ്പോൾ പണ്ടത്തെ ഫസ്റ്റ് നമ്മുടെ മനുഷ്യനായി ജനിച്ച ആദ്യത്തെ ജന്മങ്ങളിൽ നമുക്ക് ഒരുപാട് ഫ്രീ വിൽ ഉണ്ടെന്ന് പറയാം. അതുകൊണ്ട് സമയത്ത് ദൈവം എന്താണോ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത് ആ സംഭവം 100% നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ കർമ്മം ജനറേറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഇപ്പോഴും ദൈവം എന്ന പോയിന്റ്, ആ എനർജി എന്ന പോയിന്റിൽ പറയാച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗഭാഗ്യങ്ങളും തരുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ കർമ്മ കാരണം അത് മുഴുവനായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഈ ഫ്രീ വിൽ ഈ മരണത്തിനെയും ഡിപ്പെൻഡ് ചെയ്ത്, കാരണം ഉണ്ടാക്കിയ ഒരുപാട് സിറ്റുവേഷൻസ്, കാര്യങ്ങൾ. പിന്നെ ചില ആൾക്കാർ സൂയിസൈഡ് ചെയ്യുന്നത്, സൂയിസൈഡ് പക്കാ ഫ്രീ വിൽ പരിപാടിയാണ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ, അവർ ചെയ്യേണ്ട കർമ്മം അവർ ചെയ്തില്ല. അപ്പോൾ ഇമീഡിയറ്റ്ലി വീണ്ടും അതേ സിറ്റുവേഷൻ. ഇത് ഭൂമിയിലേക്ക് വരുന്നത് നമ്മളൊരു സ്കൂളിൽ പോകുമ്പോൾ തന്നെയാണ്. ആ സ്കൂളിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. ആ പാഠം നിങ്ങൾ ഇപ്പം ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിച്ച് കഴിഞ്ഞാൽ മാത്രമേ സെക്കൻഡ് സ്റ്റാൻഡേർഡിലേക്ക് കിട്ടുക. ഇപ്പം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അതിന് നമുക്ക് പല, ഇപ്പോൾ പേഷ്യൻസിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു, അതുപോലെ പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ചില ആൾക്കാരുണ്ടാവും. ഇപ്പം ഞാൻ ഇന്നാളൊരു വീഡിയോയിൽ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പയ്യൻ, ആ പയ്യൻ്റെ ഫാദർ വളരെ അബ്യൂസീവ് ആയിട്ടാണ് ഇവനെ വളർത്തിയത്. ഇവനെ അടിച്ച് പിടിച്ച്, കാരണം ഇയാളെ കാണുന്നത് സത്യം പറഞ്ഞാൽ ഇവനെ കൊല്ലുന്നതിന് സമമാണ്. കാരണം അവർ അമേരിക്കയിലാണ് ജീവിക്കുന്നത്. അവനൊരു 18-20 വയസ്സായ സമയത്ത് അവൻ സ്വന്തമായി വീടൊക്കെ എടുത്ത് വേറെ ലെവലിൽ പോയി. എന്നാലും തീരെ ഇതില്ല. അങ്ങനെ ഒരു ദിവസം ഫാദർ എന്തൊക്കെയോ എന്താ പറയുക, ഓപ്പറേഷനൊക്കെ രീതിയിൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അപ്പോൾ ഇവരെ ഫാമിലിയൊക്കെ പറയും ഒന്ന് പോയി കാണണം. അപ്പോൾ തീരെ താല്പര്യമില്ല. അവസാനം എല്ലാം കൂടി കേട്ട അവസാനം പോയ സമയത്ത് ആ റൂമിലേക്ക് കയറുന്ന സമയത്ത് ഈ ഫാദറിൻ്റെ ഓക്സിജൻ സിലിണ്ടറിൻ്റെ ഈ ട്യൂബ് വിട്ട് കിടക്കുകയാണ്. അപ്പോൾ ആ പോയാൽ ഇത് വേണം തീർന്നോട്ടെ, ഇയാളൊന്ന് അനുഭവിച്ചോട്ടെ എന്ന രീതിയിൽ ഒരു മാറി നിൽക്കാം, അല്ലെങ്കിൽ അയാളെ രക്ഷിക്കാം. അത് ആ ഫ്രീ വില്ലാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എന്ത് ഡിസിഷൻ എടുക്കുന്നു? അപ്പോൾ ഇവൻ എന്ത് ചെയ്തു, അപ്പോൾ തന്നെ നേഴ്സിനെ വിളിക്കുന്നു. എന്താ പറയുക, അത് എല്ലാം റെഡിയാക്കുന്നു, ക്ലിയർ ആകുന്നു. ക്ലിയർ ആയതിനു ശേഷം ഇവന് കുറച്ചും കൂടി 10 കൊല്ലം കഴിഞ്ഞ സമയത്ത് ഇവനൊരു ട്രക്ക് ആക്സിഡന്റ് ഉണ്ടാവുകയാണ്. ഒരു ട്രക്കായിട്ട് ആക്സിഡന്റ്. പക്ഷേ ഇവൻ അത്ഭുതകരമായിട്ട് ഇവൻ രക്ഷപ്പെടുന്നു. ഒരു കാലിന് ഫ്രാക്ചർ പറ്റിയെങ്കിലും രക്ഷപ്പെട്ടു. അങ്ങനെ ഒരു സൈക്കോളജിക്കൽ ഹിപ്നോട്ടിസം ആ ഒരു ലെവലിൽ ഒരു റീഡിങ് എടുക്കാൻ പോകുന്ന സമയത്ത് ഇവർ മനസ്സിലാവുകയാണ് ഈ രണ്ട് ഇവൻസ് ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. കാരണം ആ ഫാദറായിട്ട് എത്രയോ ജന്മങ്ങളായിട്ട് ഇവൻ കർമ്മിക്കലി പ്രശ്നമാണ്. ഈ കുറെ ഇതിൽ ഇയാൾ ഇവന് പണി കൊടുക്കുന്നു, ഇവനായക പണി കൊടുക്കുന്നു. ആ സംഭവം ഇങ്ങനെ പോയി. പക്ഷെ ഈ ഒരു ആക്ഷൻ, ആ ഓക്സിജൻ സിലിണ്ടറിന് ആ ഒരു സംഭവം മാത്രം കൊണ്ട് അവിടെ ആ കർമ്മ ന്യൂട്രലൈസ് ചെയ്യപ്പെടുക. പിന്നെ അതിൽ കർമ്മം ചെയ്യുന്നത് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്റെ ലൈഫ് ഒരു സമയം, ഇപ്പോൾ മാഡം പറഞ്ഞാൽ ആ മരണം ആ സമയത്ത് ഏകദേശം നടക്കേണ്ടതാണ്. കാരണം ആ കർമ്മം റിപ്പീറ്റ് ചെയ്യണം. പക്ഷെ ഇവിടെ ഇത് ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇവന് പുതിയ എക്സ്പീരിയൻസ് ഇനി വരണം.
ഓക്കെ. കാരണം ഒരു ലെവലാണ്. കാരണം ആ ടെസ്റ്റ് ഇവൻ പാസ്സായി കഴിഞ്ഞു. ഇനി ഇവൻ പുതിയ ആൾക്കാരെ കാണുന്നു, പുതിയ എക്സ്പോഷർ കിട്ടുന്നു, പുതിയ സക്സസ് എന്താണെന്ന് അവൻ അറിയുന്നു, പുതിയ കമ്പനി ഫോം ചെയ്യുന്നു, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. പക്ഷെ അങ്ങനത്തെ ഒരു എക്സ്പോഷർ കിട്ടണമെങ്കിൽ ഇപ്പോഴുള്ള നമ്മുടെ ഈ ഒരു പരീക്ഷണങ്ങളൊക്കെ നമ്മൾ ജീവിക്കണം. അപ്പം മനസ്സിലാക്കണം, നമ്മളോടൊപ്പം ചൊറിയുന്ന ആൾക്കാർ, നമ്മുടെ കച്ചറ ഉണ്ടാക്കുന്ന ആൾക്കാർ, നമ്മൾ തീരെ കണ്ടുകൊടുത്ത ഇവരൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ അവരല്ല അതിൻ്റെ പ്രശ്നം. അതെല്ലാം നമുക്കുള്ള ലെസൺസ് ആണ്. അപ്പം ആ ലെസൺസ് നമ്മൾ എങ്ങനെ മറികടക്കും? നമ്മൾ ഫ്രീ വിൽ ഉപയോഗിച്ച് ഒന്നും കൂടി കൊളാക്കാം, ഒന്നും കൂടി 10 ഇരട്ടി കർമ്മം ഉണ്ടാക്കാം. അത് കൊളാക്കുന്നത് നമ്മളാണ്. നല്ലപോലെ ദൈവത്തിന് റോളില്ല. ദൈവമുണ്ടോ? ദൈവമുണ്ട്. കാരണം ദൈവം ഈ ക്രിയേഷൻ, കാരണം അത് ഞാൻ പലപ്പോഴും പറയും, ഞാൻ പറയുന്നത് കേട്ടിട്ട് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കാൻ പാടില്ല. കാരണം സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞ സംഭവങ്ങൾ എക്സ്പീരിയൻസ് ആണ്. ഇപ്പം എങ്ങനെ ഇപ്പോൾ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് പറയും നിങ്ങൾ പ്രാണിക് ഹീലിംഗ് പഠിക്കുന്നു. പ്രാണിക് ഹീലിംഗ് 2 ക്ലാസ് പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും ഈ ഒരു എനർജി എങ്ങനെയുണ്ട്. അല്ലെങ്കിൽ ഒരാളുടെ ചക്ര എന്ന് പറഞ്ഞ സംഭവമൊക്കെ ഉണ്ടോ നിങ്ങൾക്ക് തന്നെ സെൻസ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് തന്നെ കൈകൊണ്ട് 2 ദിവസം ഞാൻ ചാലഞ്ച് ചെയ്യാണ്. കാരണം 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് അത് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഈ സംഭവങ്ങളുണ്ടോ, നിങ്ങൾക്ക് എനർജി വരുന്നുണ്ടോ, ഒരു സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ എനർജി എങ്ങനെ എത്തുന്നു, അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ. കാരണം അല്ലാണ്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മെക്കാനിക്കൽ ആക്ഷൻ മാത്രമാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആയി. കാരണം സ്പിരിച്വാലിറ്റി നമ്മളുടെ ഡയലോഗല്ല. ഇപ്പൊ തത്വമസി 1 ഡയലോഗ് നമുക്ക് അടിക്കാം, പക്ഷെ അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. അത് വലിയ കാര്യം എന്നല്ല, ചെറിയ ഈ സംഭവം വളരെ നിസ്സാരമാണ്. ഒരു ദിവസം കൊണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പൊ അങ്ങനെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ദൈവത്തിൽ വിശ്വസിക്കാം. ദൈവമാണെങ്കിലും ഏഞ്ചൽസ് ആണെങ്കിലും ഒരുപാട് ആൾക്കാരുണ്ട്, ദൈവത്തിന്റെ സബോർഡിനേറ്റ്സ് ആയിട്ടൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്, കുറെ ദൈവങ്ങളുണ്ട്. അപ്പൊ ദൈവം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഒരു ദൈവമേ ഉള്ളൂ. ഒരു ദൈവം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പേരുണ്ടോ? പേരുണ്ട്. അദ്ദേഹത്തിന് പല ആൾക്കാരും അപ്പം നമ്മൾ അള്ളാ എന്ന് പറയുന്നുണ്ട്. അള്ളാ എന്ന സംഭവം ഒരു അറബിക് ടേമാണ്. മലയാളത്തിൽ ആ അള്ളാ എന്ന് പറഞ്ഞാൽ ദൈവം എന്നാണ്. അപ്പോൾ അവർ പറയുന്നത് ദൈവമാണ്. പക്ഷെ ഇപ്പം നമ്മുടെ ക്രിസ്ത്യാനിറ്റി പറയുന്നത് ഫാദറാണ് പിതാവാണ് ദൈവം. ഹിന്ദുവിധത്തിൽ പറയുകയാണെങ്കിൽ പരബ്രഹ്മൻ. അപ്പം എല്ലാവരും സത്യം പറഞ്ഞാൽ എല്ലാവരും എത്തുന്ന ഒരേ ഡെസ്റ്റിനേഷൻ, എല്ലാവരും വരുന്നതും ഒരേ ഡെസ്റ്റിനേഷൻ, എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷേ ദൈവത്തിന് ഇപ്പം നേരത്തെ ഞാൻ 7 ബോഡീസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം ഈ 7ഉം 3 ഒക്കെ പറഞ്ഞാൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഈ സ്പിരിച്വാലിറ്റിയിൽ. അപ്പം ദൈവം ഉണ്ട്, ദൈവത്തിനത് മാനിഫെസ്റ്റ് ആവണമെങ്കിൽ ദൈവം ഒരു ട്രിനിറ്റി ആയിട്ടാണ് ദൈവം മാനിഫെസ്റ്റ് ആവാന്ന് പറയാം. അതിന് ലൈറ്റ്, ലവ്, പവർ. ഈ ലൈറ്റ് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഇന്റലിജൻസും ക്രിയേറ്റർ ആയിട്ട് രീതിയിലും പറയാം, ക്രിയേഷൻ എന്ന രീതിയിലും പറയാം. അപ്പം ലൈറ്റ്, ലവ്, പവർ എന്ന് പറയുന്ന സമയത്ത് അത് ഹിന്ദുയിസത്തിൽ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ. ക്രിസ്ത്യാനിറ്റിയിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അപ്പം ഇസ്ലാമിലാണെങ്കിൽ അൽ മുക്താദിർ, അൽ വദൂദ്, അൽ ഖാലിഖ്. അപ്പം ഇസ്ലാമിൽ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 99 നെയിംസ് ഓഫ് അള്ളാഹ് എന്നാണ്. അപ്പൊ അത് ഇസ്ലാമാണ് അവസാനം വന്നത്. അപ്പൊ അതിൽ കുറച്ചും കൂടി, കാരണം നമ്മൾ ഡൈവേഷൻ പോകുന്നത് ഡയറക്റ്റ് ഒരാള് സുപ്രീം ഗോഡിനോട് തന്നെ പ്രാർത്ഥിക്കണം എന്നാണ് ഇസ്ലാമിൽ പറയുന്നത്. അപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേതെല്ലാം ഒരുപാട് മാനിഫെസ്റ്റേഷൻ ആണ്. ഇവരൊക്കെ ദൈവങ്ങൾ തന്നെയാണ്. അപ്പൊ ആര് വന്നാലും ഇപ്പൊ ജീസസ് വന്നാലും എല്ലാവരും നമുക്ക് സന്തോഷമുള്ളൂ. അപ്പം അത് ആ ഒരു വണ്ണസ് കാണുന്നതാണ് സത്യം പറഞ്ഞ സ്പിരിച്വാലിറ്റി. അവിടെ ആ തിരിച്ചറിവാണ് സ്പിരിച്വാലിറ്റി. അപ്പം അത് മനസ്സിലാക്കിയ പിന്നെ ഇത് മാത്രമല്ല, നമ്മളിപ്പം ഈജിപ്ഷ്യൻ ആണെങ്കിൽ അവിടെയും 3 ആൾക്കാർ, ഒസൈസിസ്, അങ്ങനെ 3 ആൾക്കാരുണ്ട്. എല്ലാത്തിലും മറ്റേ പൊസൈഡൻ, അത് ഗ്രീക്ക് അല്ലേ. അപ്പോൾ എല്ലാത്തിലും ആ ട്രിനിറ്റീനെ കണക്ക് തന്നെയാണ്. അപ്പം ആ ട്രിനിറ്റി വന്നു കഴിഞ്ഞതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ അതിന്റെ പല മാനിഫെസ്റ്റേഷൻസ് ആണ്. പല ദൈവങ്ങളും നമ്മളിവിടെ എന്താ പറയുക, നമ്മളിവിടെ ആരാധിക്കുന്ന എല്ലാ അമ്പലങ്ങളിലൊക്കെ ആരാധിക്കുന്ന എല്ലാ ദൈവങ്ങളും അതിൽ നിന്ന് വരുന്ന മാനിഫെസ്റ്റേഷൻ മാത്രമാണ്. അപ്പൊ ഇവരെല്ലാരും ഉണ്ട്. പക്ഷെ അത് അവരോട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് സംഭവം. വളരെ സിമ്പിൾ ആണ്. ഞാൻ പറഞ്ഞു പ്രാണിക് ഹീലിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും എങ്ങനെയാണ് സെൻസ് ചെയ്യുന്നത്. അപ്പൊ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ദൈവത്തെ നമ്മൾ സെൻസിങ് ആണ് ഒരു മെയിൻ നമുക്ക് ഫീൽ. കാരണം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും പെട്ടെന്ന് തന്നെ ദൈവം അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഇപ്പം ചില ആൾക്കാരൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇമേജ് വിഷ്വലൈസ് ചെയ്തിട്ട് ആ രീതിയിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് ആ ലെവലിലേക്ക് ഒന്നും പോണ്ട. ഇപ്പൊ എത്രയോ ആൾക്കാർ നമ്മളോട് ഞാനിത് പറഞ്ഞു അത് വെച്ചിട്ട് എത്രയോ ആൾക്കാർ മെഡിറ്റേഷൻ ചെയ്യാൻ ഒരു പറയും ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, ഒന്നും വന്നില്ല എന്ന് പറയും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഏത് ഭഗവാന്റെ മുന്നിലാണെങ്കിലും കൈ ഇങ്ങനെ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ അത് സെൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് നിങ്ങൾ
റിസപ്റ്റിവിറ്റി ഉണ്ടോ, നിങ്ങൾ റിസപ്റ്റീവ് ആണോ എന്ന സംഭവം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ പ്രാണിക് ഹീലിംഗ് ആണ് അതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ്. കാരണം എനിക്ക് വേണ്ടത്, കാരണം ഞാൻ അവിടുത്തെ പ്രാണിക് ഹീലറോ പ്രാണിക് ഹീലിനെ ട്രസ്റ്റ് ചെയ്യുന്നത് എനിക്ക് എന്നെ അറിയും കൂടി ഉണ്ടാവില്ല. കാരണം പലർക്കും അങ്ങനത്തൊരു തെറ്റിദ്ധാരണ ഉണ്ട്, എനിക്ക് ഇതെന്തോ എനിക്കൊന്നും കിട്ടുന്നില്ല. ഇത് തന്നെ എനിക്ക് എന്താ വെച്ചാൽ എനിക്ക് ആൾക്കാരറിയണം, ആൾക്കാരൊന്നും അറിയട്ടെ എന്നുള്ള സംഭവം മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നല്ലതല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോ ബ്രോ നേരത്തെ പറഞ്ഞു ഈ എൻലൈറ്റ്മെന്റ് അതിലേക്കുള്ള പാതയിലെ ഒരു സെക്കൻഡ് സ്റ്റേജ് എന്നൊക്കെ പറയുന്നത് നമ്മൾ യൂണിവേഴ്സിനായിട്ട് കണക്ട് ആവുന്നതാണ്. ആ സമയത്ത് ഈ യൂണിവേഴ്സ് നമുക്ക് മെസ്സേജുകൾ തരുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ അതിന് ഇൻഡ്യൂഷൻസ് എന്ന് വിളിക്കും. ചില ആൾക്കാർക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറയാൻ സാധിക്കുന്നവരുണ്ട്. അതല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും നാളെ ചിലപ്പോൾ ഇയാൾ വരുമായിരിക്കും, അപ്പൊ കൃത്യമായി അയാൾ വരുന്നത് നമുക്ക് കാണാം. ചില ആൾക്കാർ അതിനെ റിയലൈസ് ചെയ്യുന്നുണ്ട്, അത് ഇൻഡ്യൂഷനായിട്ട്. ചില ആൾക്കാർ അത് കോയിൻസിഡൻസ് ആയിട്ട് വിചാരിക്കുന്നുണ്ട്. ശരിക്കും അങ്ങനെ യൂണിവേഴ്സ് നമുക്ക് മെസ്സേജുകൾ തരുമോ? തീർച്ചയായും. നിങ്ങൾ ഇപ്പോൾ യൂണിവേഴ്സ് ആണെങ്കിൽ ചെയ്ത് സ്പെസിഫിക് ദൈവമാണെങ്കിൽ ആരാണെങ്കിലും മെസ്സേജ് തരും. കാരണം ഞാനിപ്പോൾ നേരത്തെ 3 ബോഡീസിൻ്റെ കാര്യം പറഞ്ഞത്, 4ാമത്തെ ബോഡി പറഞ്ഞാൽ ഇൻഡ്യൂഷനാണ്. ഓക്കെ, ഇൻഡ്യൂഷൻ അവിടെയാണ് കിടക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആ ബോഡി ആയിട്ട് എപ്പോഴാണ് കണക്ട് ആവുന്നത്, ആ കണക്ട് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് മെസ്സേജുകൾ കിട്ടും. പക്ഷെ അതിന് വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മുടെ മൈൻഡ് ടോക്ക് കഴിയുന്നതും കുറയണം. മൈൻഡ് ടോക്ക് കുറയണം. കാരണം മൈൻഡ് 24 മണിക്കൂർ സംസാരിച്ചുകൊണ്ടിരിക്കുക. കലവില നമ്മളിപ്പോൾ എന്ത് ചെയ്യാണ്, ചോറുന്നാണ സമയത്ത് വേറെ എന്തെങ്കിലും കാര്യമായിരിക്കും, ഇപ്പം ബൈക്ക് ഓടിക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലും കാര്യം, അങ്ങനെ ഫുൾ ടൈം മൈൻഡ് എൻഗേജഡ് ആണ്. അപ്പം മൈൻഡിന്റെ ഈ ഒരു കലവില മങ്കി ടോക്ക് എന്ന് നമ്മൾ പറയാം, അത് മാക്സിമം കുറയുമ്പോൾ നിങ്ങളുടെ സോൾ പറയുന്നത് കേൾക്കുന്ന പറയുന്നത്. കാരണം അവിടെ നിന്ന് ഇപ്പോഴും ഇൻഡ്യൂഷൻ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കണ്ടിന്യൂസ്ലി തരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ ബിസിയാണ്, നമ്മൾ മൈൻഡിൽ ഓരോ കാര്യമായിട്ട് ഇങ്ങനെ. അപ്പോൾ അതാണ് മെഡിറ്റേഷനിൽ ഇരിക്കും. കാരണം മെഡിറ്റേഷനിൽ ഇരുന്ന് നിങ്ങളൊന്ന് സെറ്റ് ആവുക. പക്ഷെ ചില ആൾക്കാർക്ക് ജനിക്കുമ്പോഴേ ഇൻഡ്യൂഷൻ ഭയങ്കരമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഓരോ പ്രീവിയസ് ലൈഫൊക്കെ കണക്ട് ആയ എത്രയോ ആൾക്കാർ നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അല്ലാത്ത ആൾക്കാരെ വെച്ചാൽ ഒന്ന് മെഡിറ്റേഷൻ ഇരിക്കുന്ന സമയത്ത് എന്തായി, ഒരു മനുഷ്യന് സ്വാഭാവികം 50,000 to 60,000 തോട്ട്സ് ഉണ്ടാവുക. അത് ഒറ്റയടിക്ക് അങ്ങോട്ട് ഡിക്രീസ് ആവുകയാണ്. ഇല്ലാണ്ടാവലും നല്ല സബ്റ്റലായിട്ട് ഉണ്ടാവുന്നതാണ് കുറയാണ്. സത്യം പറഞ്ഞാൽ ഇല്ലാണ്ടാക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് പൂർണ്ണമായിട്ട്. കാരണം തോട്ട് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടാണ്, ഇല്ലാണ്ടാക്കാനാണ് കുറച്ചും കൂടി സുഖം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് അല്ല എന്തെങ്കിലും പ്രശ്നം, അതിനെക്കുറിച്ച് ചിന്തിക്കരുത് വെച്ചാൽ കൺട്രോൾ ചെയ്യാൻ നോക്കിയാൽ അത് ഒരുപാട് നമ്മൾ ചിന്തിക്കരുത് എന്ന് വെക്കുമ്പോഴാവും നമുക്ക് അത് ഓർമ്മ വരും, കൂടുതൽ അത് അഗ്രസീവ് ആവും. പക്ഷെ നമുക്ക് ഈ ഇതില്ലാത്തൊരു ഫേസ് ഉണ്ട്, അത് നമുക്ക് അവയർനെസ് വേണം പറയാം. അത് വേണം ഇപ്പൊ തന്നെ വേണമെങ്കിൽ ഒന്ന് കാണിക്കാം. മാഡത്തിന് നടക്കുമെന്ന് എനിക്കറിയാം, പരീക്ഷിക്കാം ഒന്നുമില്ല മാഡം. അല്ല 2-3 ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ ഒരു ലൈറ്റ് ഐറ്റം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി അടുത്ത വരുന്ന തോട്ട് എനിക്കൊന്ന് പറഞ്ഞു തരണം, ജസ്റ്റ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇനി ഏത് തോട്ടാണ് വരുന്നത് മനസ്സിലായില്ല. ഇനി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കാണല്ലോ. ഇപ്പോൾ നിങ്ങളുടെ ഇന്റർവ്യൂ എടുക്കുമ്പോൾ ഓരോന്നും ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. അപ്പോൾ ഇനി ഈ ഒരു പോയിന്റിൽ നിന്ന് ഇനി അടുത്ത ചിന്ത എന്താണ് വരുന്നത്, അത് എനിക്കൊന്ന് പറഞ്ഞു തരണം. ഇതിപ്പോ എന്താവും ചിന്തയിലാണ് ചിന്തിക്കുക. അങ്ങനെയല്ല, ഇപ്പോൾ എന്താവുന്നല്ല, നിങ്ങൾ ഫുൾ ബ്ലാങ്ക് ആക്കുക ഒന്നുമില്ല. ഇനിയിപ്പോൾ റെഡി 1 2 3 എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഉള്ളോട്ട് വെക്കുക. എന്നിട്ട് അടുത്ത തോട്ട് എന്താണെന്ന് ശ്രദ്ധിക്കുക. വീടിനെ കുറിച്ചിട്ടുള്ള തോട്ട്സ് ആണ്. നിങ്ങൾക്ക് നടക്കൂല, പോയിക്കോളൂ. രാഹുൽ ഇരിക്കും, രാഹുലിനെ ട്രൈ ചെയ്യാം നമുക്ക്. അല്ല വേറെ പറഞ്ഞ ഇത് അതിന് മെസ്സേജ് നമുക്ക് കിട്ടുന്നുണ്ട്. അല്ല ഒരു കാര്യം ചെയ്തോളി. സീരിയസ്ലി അല്ല വേണ്ട ഒരു 15 സെക്കൻഡ് നിങ്ങൾ ചെവി നല്ലോണം കൂർപ്പിക്കുക. ചെവി മാക്സിമം കൂർപ്പിക്കുക. എന്നിട്ട് എന്തൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട് ശ്രദ്ധിക്കുക. അധികമൊന്നും വേണ്ട, ഒരു 15 സെക്കൻഡ് നോക്കുക. റെഡി, സ്റ്റാർട്ട്. എന്നിട്ട് ആ 15 സെക്കൻഡിൽ എന്തൊക്കെ സൗണ്ട് കേട്ട് അത് ഫുള്ള് എനിക്ക് പറഞ്ഞു തരണം. തുടങ്ങിക്കോളി. സ്റ്റുഡിയോന്റെ അകത്ത് കയറി ടാസ്ക് അല്ല, പുറത്ത് വെക്കേണ്ടി വരും. മതി എന്തൊക്കെയാട്ടെ സൗണ്ട് പുറത്തോട്ട് കൂടെ ഒരു വണ്ടി പോയ അവിടെയുള്ള സാധനം വരെ കേട്ടില്ലേ? ഇതുവരെ കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എന്താ സംഭവിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയം നിങ്ങളെ മൈൻഡ് വർക്ക് ചെയ്തില്ല. നിങ്ങൾ അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇൻ ദ മൊമെന്റ് എന്ന് പറയും. എത്രയോ ഗുരുക്കന്മാർ പറഞ്ഞിട്ടുണ്ട്, ബി ഇൻ ദ മൊമെന്റ്. ഇതാണ് ആ സംഭവം. നിങ്ങൾ ആ ഒരു സൗണ്ടിൽ നിങ്ങൾ അവയർനെസ് മുഴുവൻ ഭയങ്കരമായിട്ട് കൂടി. നിങ്ങൾ ഓരോ പിൻ ഡ്രോപ്പ് സംഭവങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഓബിയസ്ലി നിങ്ങൾക്ക് മൈൻഡ് വർക്ക് ചെയ്യാൻ പറ്റില്ല. മൈൻഡ് അവിടെ സ്റ്റക്കായി. അങ്ങനെയാണ് മൈൻഡ് സ്റ്റോപ്പ് ചെയ്യാന്ന് പറയാം. ഇത് നമുക്കൊരു 15 സെക്കൻഡ് എനിക്ക് ചെയ്യാൻ സാധിച്ചു. അത് കൂട്ടുന്നതിലാണ് കാര്യം.
അത് പ്രാക്ടീസ്. കാരണം മറ്റേത് ഞാൻ പറയുന്ന സമയത്ത് അങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ പറയുമ്പോൾ അടുത്ത തോട്ട് എന്താണെന്ന് നമ്മൾ ചിന്തിക്കും. ആ സമയത്ത് ഈ സംഭവം തന്നെ ശരിക്കും പറഞ്ഞാൽ സംഭവിക്കുക. നമ്മൾ ഉള്ളോട്ട് വിചാരിക്കും ഇനിയിപ്പോൾ അടുത്ത തോട്ട് നമ്മൾ പിടിക്കാൻ നിൽക്കുക. പിടിക്കാൻ ഒരാൾ റെഡിയായി നിൽക്കുന്ന സമയത്ത് ഉപരി വരൂല. ഇതല്ല ഞാൻ നേരത്തെ പറഞ്ഞു. ഞാൻ ആലോചിക്കും ഞാൻ എന്തെങ്കിലും ചിന്തിച്ചിട്ട് ഞാൻ പറയാം വേറെ സാ നമ്മളിങ്ങനെ ആ കള്ളനെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക. അടുത്ത തോട്ട് വരട്ടെ ഇങ്ങോട്ട് ശരിയാക്കി തരട്ടോ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഉപരി വരില്ല. അപ്പൊ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പാടാണ്, മൈൻഡ് സ്റ്റോപ്പ് ചെയ്യാന്ന്. കാരണം ഈ സംഭവമാണ് അവയർനെസ്. ഇതാണ് ഏറ്റവും സ്പിരിച്വാലിറ്റിയിൽ ഏറ്റവും ടോപ്പ് സംഭവം. നിങ്ങൾ കൈ തന്നത് ഇനി നിങ്ങളത്. പക്ഷെ ഇത് വേണം നമുക്ക് ഈ സൗണ്ട് കേൾക്കുന്നതിലല്ല ഇത് ആൾക്കാർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്രത്തിലാക്കാം. അതാണ് അവർ പറയുന്നത്, ബ്രത്തിൽ ശ്രദ്ധിക്കുക. അപ്പൊ ആൾക്കാർ ഇങ്ങനെ ബ്രത്തിൽ ശ്രദ്ധിക്കുന്നു. അവരിങ്ങനെ വീട്ടിൽ ഇന്നിപ്പോ എന്താണ് ബീഫേക്കും വീട്ടിൽ അങ്ങനെ എത്തിയിട്ടേക്കും ചിന്ത. പക്ഷെ അതിലല്ല, നമ്മൾ പൂർണ്ണമായിട്ടും ആ അവയർനെസ് ബ്രത്തിലേക്ക് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡ് അവിടെ കട്ടാക്കുന്നു. നമ്മള് ചില സമയത്ത് ബ്ലാങ്ക് ആയി പോവില്ലേ, ബ്ലാക്ക് ഡൗട്ട് എന്നൊക്കെ പറയും. ബ്ലാക്ക് ഡൗട്ട് അല്ല, എനിക്ക് ചില സമയത്ത് കുറെ തോട്ട്സ് വന്നു കഴിഞ്ഞാൽ ഞാൻ ബ്ലാങ്ക് ആയി പോകും. ബ്ലാങ്ക് ആയി പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ എന്താ ചെയ്യാന്ന് ഞാൻ ഇങ്ങനെ ഇരിക്കും. പിന്നെ ഒന്നിനെ കുറിച്ച് ഞാൻ ചിന്തിക്കില്ല. അത് ഞാൻ അങ്ങനെ ഇരുന്നോളും. സീരിയസ്ലി എനിക്കത് വരാറുണ്ട്. എന്നുവെച്ചാൽ എന്താ പറയണ്ടേന്ന് അറിയാൻ പ്രശ്നമാണത്. ഓവർ തിങ്കിങ് ഒക്കെ ഉള്ള പ്രശ്നമാണ്. അപ്പം അതെന്നുണ്ടെങ്കിൽ അത് സീ ഓഫ് തോട്ട്സ് ആണ്. കാരണം ഇതിപ്പം നമ്മൾ ഈ സ്പിരിച്വാലിറ്റി പറഞ്ഞ സംഭവത്തിന്റെ ഒരു മെയിൻ സംഭവമാണ്. പക്ഷെ ഇത് നമ്മൾ ട്രെയിൻ ചെയ്യണ്ടേ. ഇപ്പൊ ഒന്നുമില്ല, ഇപ്പം നമ്മൾക്കറിയാം നമ്മുടെ ഈ കുറെ ആൾക്കാർ ഈ റോട്ടുമിലൊക്കെ ഇരുന്നിട്ട് അടിപൊളിയായിട്ട് പാട്ട് പാടുന്ന ആൾക്കാരുണ്ട്. ഇവരൊക്കെ സിനിമയിലെത്തിയിട്ടുണ്ടെങ്കിൽ ഗംഭീര പാട്ട് പാടുന്ന ആൾക്കാർ. പക്ഷെ അവർക്ക് പ്രോപ്പറായിട്ട് ട്രെയിനിങ്ങോ പ്രോപ്പറായിട്ടുള്ള കോച്ചിങ്ങോ ഒന്നുമില്ല. ഇപ്പൊ സച്ചിൻ ടെണ്ടുൽക്കർ അങ്ങനെ ആവാനുള്ള കാരണം വെച്ചാൽ മൂപ്പര് പണ്ട് മുതലേ ആ ട്രെയിനിങ് കോച്ചിങ്ങും ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മളെ കേസും. നമ്മളൊന്നും നിൽക്കൂല, പക്ഷെ നമുക്ക് റിസൾട്ട് പെട്ടെന്ന് പറഞ്ഞു, ഇൻസ്റ്റന്റ്ലി പറഞ്ഞു. അപ്പൊ അതിനാണ് ഒരു കോച്ചിന്റെ ആവശ്യം, അതിനാണ് ഒരു ട്രെയിനിങ്ങിന്റെ ആവശ്യം. അതെല്ലാത്തിനും വേണം. പറഞ്ഞാൽ ഇത് സ്പിരിച്വാലിറ്റി പറഞ്ഞാൽ ഏതൊരു മനുഷ്യനും വേണ്ട ഒരു സംഭവമാണ്. പക്ഷെ അത് എന്താണ് എന്നല്ല. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ഗുരു അല്ല അങ്ങനെ ഒരാളടുത്തേക്ക് പോകേണ്ട ഒരു ഇത് സത്യം പറഞ്ഞ ആൾക്കാർക്ക് ഇല്ല. അതിൽ നിന്ന് ഡിറ്റാച്ച് ആയി. പക്ഷെ അങ്ങനെ ഒരാൾ നടുവിൽ ഉണ്ടെങ്കിൽ ഒരു 10 കൊല്ലം കൊണ്ട് പഠിക്കേണ്ട സംഭവമാണെങ്കിൽ ഒരു കൊല്ലം കൊണ്ട് പഠിക്കാൻ പറ്റും. അപ്പൊ അതാണ് ട്രെയിനറിന്റെ തന്നെയാണ്. അപ്പൊ അതന്നെ വിചാരിച്ചാൽ മതി. ഇപ്പൊ നമ്മളിപ്പോ ഈ ഇൻഡ്യൂഷൻസ് പറഞ്ഞല്ലോ, ഇതുപോലെയുള്ള ഒരു സാധനം ഈ ദേജാവുവിനെ കുറിച്ച് ഞാൻ ഒരുപാട് ചില കാര്യങ്ങൾ നമ്മൾ മുൻപ് നടന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുക. അത് എന്തുകൊണ്ടാ? മാഡം ആദ്യമായിട്ടല്ലോ ഇവിടെ വന്നത്, എത്രയോ ജന്മായിട്ട് ഇവിടെ വരില്ലേ. പിന്നെങ്ങനെയാ അത്? ചില ആൾക്കാരുണ്ട്. ഇപ്പം ഒരു വേൾഡ് വാറിന്റെ ടൈമിലൊക്കെ ഒരു ചെങ്ങായി ഉണ്ടായിരുന്നു. കഥ കറക്റ്റ് ഓർമ്മയില്ല. പക്ഷെ ഇവര് പറയാ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഫ്രാൻസിലേക്ക് പോവാണ്. ഫ്രാൻസിലേക്ക് പോയി ഇവര് വണ്ടി കയറി ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് കുറച്ചേരം മൂപ്പര് ഞാൻ അങ്ങോട്ടുള്ള വളം എടുക്ക് ഇതാക്ക് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര് പണ്ടെപ്പോഴോ സീസറിന്റെ കൂടെ ആളതിന് പോലും. അപ്പൊ ആ ചെങ്ങായ മൂപ്പര് ഏകദേശം അറിയാം. മൂപ്പര് പണ്ട് സീസർ ഇവിടെ. പക്ഷെ അത് ചിലർക്ക് പറഞ്ഞില്ലേ, ചിലർക്ക് അത് ബുദ്ധിയിൽ ഉണ്ടാവും, ഓർമ്മയിലുണ്ടോ, ചിലർക്ക് കിട്ടൂല. അപ്പൊ അവിടെയാണ് സത്യം പറഞ്ഞാൽ നമുക്കൊരു മെഡിറ്റേഷൻ ചെയ്യാൻ വെച്ചു. ഇപ്പൊ ഡേജാവില്ല, ഡേജാവിന്റെ സംഭവം കഴിഞ്ഞു. ഇപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ തന്നെ പല സ്പിരിച്വൽ എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാവാം. ഈ ഉറങ്ങുന്ന സമയത്ത് തന്നെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ആസ്ട്രൽ വേൾഡിൽ യാത്ര ചെയ്യാൻ, അവിടെ തന്നെ ചിലപ്പോൾ പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടാവാം. പക്ഷെ ഇതൊന്നും ചിലപ്പോൾ നമ്മുടെ ഈ ഒരു ബ്രെയിനിലേക്ക് അത് രജിസ്റ്റർ ചെയ്യുന്നു വരില്ല. അപ്പോൾ ബ്രെയിൻ ഒന്നും കൂടി ഡെവലപ്പ് ചെയ്യാൻ രജിസ്റ്റർ ചെയ്യലൊക്കെ സെറ്റപ്പ് ആക്കലും ഒക്കെയാണ് നമ്മുടെ കുണ്ടലിനി യോഗയിലേക്ക് വരുന്നത്. കുണ്ടലിനി ഇമ്പോർട്ടൻസ്. കാരണം കുണ്ടലിനി വെച്ചിട്ട് നമ്മുടെ ചക്രത്തിലും വലിയ പവർഫുൾ ആക്കാണ്. നമ്മുടെ ബ്രെയിനിൽ കുറച്ചും കൂടി പവർഫുൾ, എല്ലാം പവർഫുൾ ആക്കി അവിടെ വെക്കുക. പക്ഷെ അത് പ്രോപ്പറായിട്ട് ഗുരുവിന്റെ കീഴിൽ ചെയ്യണം. യൂട്യൂബിൽ നിന്നൊക്കെ ചെയ്യരുത്, പണിപാളും. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ പല സംഭവം രജിസ്റ്റർ ആവും നമ്മുടെ കോൺഷ്യസിൽ. അപ്പൊ അതുകൊണ്ട് നമുക്ക് പല എക്സ്പീരിയൻസും നമുക്കത് കണക്ട് ചെയ്യാം. മറ്റേ വെച്ചാൽ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഒന്നും ഓർമ്മ ഉണ്ടാവൂല. ഓർമ്മ ഉണ്ടെങ്കിലല്ലേ സ്വപ്നങ്ങൾ മാത്രമല്ല സ്പിരിച്വൽ എക്സ്പീരിയൻസ് എന്ന് പറയും. ഇപ്പൊ നമ്മൾ മെഡിറ്റേഷൻ ഇരിക്കുന്ന സമയത്തും ചില ആൾക്കാർ ഉറങ്ങി പോകുന്ന സംഭവമൊക്കെ ഉണ്ട്. ഇതൊന്നും സത്യം പറഞ്ഞാൽ വേണമെങ്കിൽ ഉറക്കല്ല എന്ന് വേണമെങ്കിൽ പറയാം. അവരും ആസ്ട്രൽ വേൾഡിലേക്കൊരു യാത്രയിൽ തന്നെയാണ്. ഇപ്പൊ ചിലവര് സുഖമായിട്ട് ഉറങ്ങുന്ന ആൾക്കാരുണ്ട്, കുറവ് പഠിച്ചിട്ട്, അതല്ല പറയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെയും ഒരു സംഭവം ഉണ്ട്. ഇപ്പൊ നമ്മുടെ തസ്മൈ ഗുരുജി എന്ന് പറഞ്ഞൊരു ഗുരുജി ഉണ്ട്. SMS മെഡിറ്റേഷൻ ആണ് അദ്ദേഹം ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഗുരുജിയുടെ ഇന്റർവ്യൂസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഗുരുജിയുടെ മെഡിറ്റേഷനില് സൺമൂൺ സ്റ്റാർ മെഡിറ്റേഷൻ ആണ്. അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് ആയ ഒരുപാട് പേര് ഇന്റർവ്യൂസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൽ ഇവരെല്ലാവരും പറയുന്നത് ഇവർ ആ മെഡിറ്റേഷനിൽ ഇരുന്നു കൊണ്ട് ഗണപതിക്കൊപ്പം പോയിരുന്ന് ഭക്ഷണം കഴിച്ച ഒരു കുട്ടിയുണ്ട്, ഗണപതിക്കൊപ്പം ക്രിക്കറ്റ് കളിച്ചു എന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോ മേ ബി ഇപ്പൊ ബ്രോ പറയുന്നത് കേട്ടപ്പോ എനിക്ക് ഇവരും ഈ ആസ്ട്രൽ വേൾഡിലായിരിക്കാം എത്തിപ്പെടുന്നത് എന്നുള്ളതാണ്. കാരണം വെച്ചാൽ ആസ്ട്രൽ വേൾഡ് ഒരു പ്രശ്നം കൂടി ഉണ്ട്. അങ്ങനെ പറയല്ല,
ആസ്ട്രൽ വേൾഡിൽ 2 സെക്ഷൻ ഉണ്ട്, താഴത്തെ സെക്ഷനും മുകളിലത്തെ സെക്ഷനും. താഴത്തെ സെക്ഷനിലാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ടുള്ള ഹീനമായിട്ടുള്ള ഓരോ പ്രവർത്തികളൊക്കെ ചെയ്ത് മരിച്ചു കാണും. ഹിറ്റ്ലർ അങ്ങനത്തെ ഓരോ ടീം, ഹിറ്റ്ലറൊക്കെ ആയാലും അത് അവതരിക്കും. അങ്ങനെയൊക്കെ സമയത്ത് ആസ്ട്രൽ വേൾഡിലെ താഴത്തെ ലെവലിലേക്ക് അവിടെയാണ് പക്കാ ഹെല്ലെന്ന് വേണം പറയുന്ന സ്ഥലം. സത്യം പറഞ്ഞാൽ അതാണ്. ആസ്ട്രൽ വേൾഡിലെ അപ്പർ സെക്ഷൻ എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ഫാൻറ്റസിയാണ്.